നമ്മളിന്ന് നോക്കാനായി പോകുന്നത് NCERT 7th സ്റ്റാൻഡേർഡിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ 4th ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ഗ്രോവിംഗ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് മെൻ ആൻഡ് വുമൻ തമ്മിലുള്ള ഇനിക്വാലിറ്റി എന്നും ഏതൊക്കെ മേഖലയിലാണ് അവ നിലനിൽക്കുന്നതെന്നും എല്ലാ സമൂഹങ്ങളും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈക്വൽ ആയാണോ കാണുന്നതെന്നും തൊഴിൽ മേഖലയിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വങ്ങൾ എങ്ങനെ ഉയർന്നു വരുന്നു എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 6th സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്ററിൽ സ്റ്റീരിയോ ടൈപ്സ് എന്ന ഭാഗം ഇതുമായി സാമ്യമുണ്ട്. ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന ചാപ്റ്റർ വായിച്ചിട്ട് ഈ ചാപ്റ്റർ പഠിച്ചാൽ കൂടുതലായി മനസ്സിലാകും. ആ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് 1920കളിൽ സമൂവ എന്ന അയർലൻഡിലെ കാര്യങ്ങൾ നോക്കാം. ഗ്രോവിംഗ് അപ്പ് ഇൻ സമൂവ ഇൻ ദ 1920s. പസഫിക് സമുദ്രത്തിലെ സദേൺ ഭാഗത്തുള്ള ഒരു വലിയ കൂട്ടം ചെറിയ ദ്വീപുകളുടെ ഭാഗമാണ് സമോവൻ ദ്വീപുകൾ. 1920കളിൽ സമോവൻ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ പോയിരുന്നില്ല. കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം അല്ലെങ്കിൽ വീട്ടുജോലികൾ എങ്ങനെ ചെയ്യണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവർ മുതിർന്ന കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമാണ് പഠിച്ചത്. അയർലൻഡ് ആയതുകൊണ്ട് തന്നെ മത്സ്യബന്ധനമാണ് അവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. അതിനാൽ ആൺകുട്ടികൾ ചൈൽഡ്ഹുഡിൽ തന്നെ അവർ ഫിഷിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അതിനാൽ അവർ സ്കൂളിൽ പഠിക്കുന്നതിനായി പോയിരുന്നില്ല. ഒരു കുഞ്ഞ് നടക്കുവാൻ തുടങ്ങുന്നത് മുതൽ അമ്മമാർ കുഞ്ഞുങ്ങളെ മുതിർന്ന കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നു. പിന്നീട് ഈ കുട്ടികൾ വലുതാകുമ്പോൾ അവിടെ കുഞ്ഞനിയനെയോ അനിയത്തിയോ നോക്കുന്ന ചുമതല അവർ ഏറ്റെടുക്കുന്നു. ഈ രീതി ഒരു സർക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൺകുട്ടികൾ 9 വയസ്സ് വരെയാണ് അവിടെ സിബിലിൻസിനെ നോക്കുന്നത്. 9 വയസ്സാകുമ്പോൾ ഫിഷിംഗ്, തേങ്ങ നടിയിൽ തുടങ്ങിയ ഔട്ട്ഡോർ ജോലികൾ പഠിക്കുന്നതിനും ചെയ്യുന്നതിനുമായി തുടങ്ങുന്നു. എന്നാൽ പെൺകുട്ടികൾ കുട്ടികളെ പരിപാലിക്കുന്നത് തുടങ്ങി വീട്ടു ജോലികൾ കണ്ടിന്യൂ ചെയ്യുന്നു. പെൺകുട്ടികൾ 14 വയസ്സാകുമ്പോൾ മത്സ്യബന്ധനത്തിനും തോട്ടങ്ങളിലും കുട്ടികൾ നെയ്യുന്നതിന് തുടങ്ങി ജോലികൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സമോവ എന്ന അയർലൻഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അടുത്തായി 1960കളിൽ മധ്യപ്രദേശിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഗ്രോവിംഗ് അപ്പ് മെയിൽ ഇൻ മധ്യപ്രദേശ് ഇൻ ദ 1960s. 1960ൽ മധ്യപ്രദേശിലെ ഒരു ചെറിയ ടൗണിൽ നടന്ന എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6ാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആൺകുട്ടികളുടെ സ്കൂളിൽ നിന്ന് വളരെ വ്യത്യാസമായാണ് പെൺകുട്ടികളുടെ സ്കൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയെന്നാൽ പെൺകുട്ടികളുടെ സ്കൂളിൻ്റെ നടുക്കായിട്ട് ഒരു കോർട്ട്യാർഡുണ്ട്. അവിടെയാണ് പെൺകുട്ടികൾ കളിക്കുന്നത്. എന്നാൽ ആൺകുട്ടികളുടെ സ്കൂളിന് അത്തരമൊരു കോർട്ട്യാർഡ് ഉണ്ടായിരുന്നില്ല. അവിടെ സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അവർ പ്ലേ ഗ്രൗണ്ടായിട്ട് ഉപയോഗിച്ചിരുന്നത്. എല്ലാ വൈകുന്നേരവും സ്കൂൾ കഴിയുമ്പോൾ 100 കണക്കിന് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ ഈ നാരോ സ്ട്രീറ്റിലൂടെ പോകുന്നത് ഈ ആൺകുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ ആൺകുട്ടികൾ നോക്കി നിൽക്കും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയാണിത്. എന്നാൽ ആൺകുട്ടികൾക്ക് ഈ വഴി എന്ന് പറയുന്നത് കളിക്കുന്നതിനും വെറുതെ ഫ്രണ്ട്സുമായി സംസാരിച്ചു നിൽക്കുന്നതിനും സൈക്കിളിൽ എന്തെങ്കിലും ട്രിക്കൊക്കെ കാണിക്കുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. പെൺകുട്ടികൾ എപ്പോഴും കൂട്ടമായിട്ടാണ് ഈ വഴി പോയിരുന്നത്. കാരണം ഒരു പക്ഷേ അവർ ഒറ്റയ്ക്ക് പോയാൽ ആരെങ്കിലും അവരെ കളിയാക്കുകയോ അതുമല്ലെങ്കിൽ അവരെ ആക്രമിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ നോക്കി, സമൂവ അയർലൻഡിൻ്റെയും മധ്യപ്രദേശിൻ്റെയും. ഈ 2 സ്ഥലങ്ങളിലെയും കുട്ടികൾ വ്യത്യസ്തമായ രീതികളാണ് വളരുന്നത് നമ്മൾ കണ്ടു അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം എങ്ങനെയാണോ അല്ലെങ്കിൽ ഏതു രീതിയിലാണോ വളരാൻ പഠിപ്പിക്കുന്നത് അതുപോലെയാണ് വളരുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരോട് ചോദിച്ചാൽ അവരുടെ ബാല്യകാലം നമ്മുടേതിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കും അല്ലേ. നമ്മുടെ സമൂഹത്തിൽ ബോയ്സും ഗേൾസും തമ്മിൽ ഒത്തിരി ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ ചെറിയ പ്രായം മുതലേ കളിക്കുന്നതിനായി വ്യത്യസ്ത തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു. ആൺകുട്ടികൾക്ക് സാധാരണയായി കളിക്കാൻ കാറും പെൺകുട്ടികൾക്ക് പാവകളും നൽകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻറ്റ് കാണിക്കുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ടോയ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബേസിക്കാണ്. അവർ വളർന്നു വലുതാകുമ്പോൾ ആൺകുട്ടികളുടെ ഫീച്ചർ അല്ല പെൺകുട്ടികൾക്കുള്ളത്, പെൺകുട്ടികളുടെ ഫീച്ചർ അല്ല ആൺകുട്ടികൾക്കുള്ളത് എന്ന ഡിഫറൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടോയ്സ് ഒക്കെ ഡിഫറൻ്റ് ആയിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. ടോയ്സിൽ മാത്രമല്ല, പെൺകുട്ടികൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, ആൺകുട്ടികൾ എന്ത് ഗെയിമുകൾ കളിക്കണം, പെൺകുട്ടികൾ എങ്ങനെ സംസാരിക്കണം എന്ന് തുടങ്ങി പുരുഷനും സ്ത്രീയുമായി വളരുമ്പോൾ അവർക്ക് പ്രത്യേകമായ റോളുകളാണ് ജീവിതത്തിൽ ഉള്ളതെന്ന് കുട്ടികളോട് പറയുന്നതിനുള്ള വഴികളാണിവ. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ. എന്നാൽ സ്ത്രീകൾക്ക് പുരുഷന്മാർ ചെയ്യുന്ന ജോലി അത്ര ഈക്വൽ വാല്യൂ ആണോ ലഭിക്കുന്നത്?
അല്ല അല്ലേ? ഡിഫറൻ്റ് ആയിട്ടുള്ള ജോലികളാണ് ഇരുവരും ചെയ്യുന്നത്. എന്നിരുന്നാലും ഇരുവരുടെയും ജോലികൾ ഈക്വലായി സൊസൈറ്റി കാണുന്നില്ല. പുരുഷന്മാരുടെ ജോലിക്കാണ് കൂടുതൽ വാല്യൂ എന്ന് കരുതുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയും തൻ്റെ അമ്മയുടെയും സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷൊണാലി എന്നാണ് കുട്ടിയുടെ പേര്. അവൾ തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ, എൻ്റെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുകയാണ്. ടീച്ചർ പറഞ്ഞു കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളും വരികയാണെങ്കിൽ ടീച്ചർമാർക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കുറയുകയും കുറച്ച് ഫ്രീഡം ലഭിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് പാരൻസിനെയും കൊണ്ട് വരാൻ ടീച്ചർ പറഞ്ഞു. അമ്മ നാളെ ഒരു ദിവസത്തേക്ക് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് എൻ്റെ കൂടെ വിനോദയാത്ര പോകാൻ വരാമോ? ഹർമീദിൻ്റെ അമ്മ എല്ലാ വർഷവും വിനോദയാത്രയ്ക്ക് വരും, കാരണം അവർ ജോലിക്ക് പോകുന്നില്ല. ഹർമീദിൻ്റെ അമ്മയുടെ പേര് ജസ്പ്രീത് എന്നാണ്. ഇത് കേട്ട് ഷൊണാലിയുടെ അമ്മ പറയുകയാണ്, ജസ്പ്രീത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തൻ്റെ വീട്ടുജോലികളെല്ലാം ചെയ്യും. എന്നിട്ട് ജോലികളൊന്നും ചെയ്യുന്നില്ല എന്ന് നീ പറയുന്നത് എന്ത് എന്ന് മകളോട് അവർ ചോദിക്കുകയാണ്. കുട്ടി തിരികെ മറുപടി പറയുകയാണ്, ശരിയാണമ്മേ, അവർ വീട്ടുജോലി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അവരെങ്ങനെ വർക്കിംഗ് ആണെന്ന് പറയാനായിട്ട് കഴിയും? അപ്പോൾ അമ്മ മറുപടി പറയുകയാണ്, ഓ അങ്ങനെയാണോ നീ ചിന്തിക്കുന്നതല്ലേ? നമുക്ക് അവിടെ വീട്ടിൽ പോയി ജസ്പ്രീതിനോട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ അവർ അവരുടെ വീട്ടിൽ പോയി. അവിടെ വീട് സിംഗ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഷൊണാലിയുടെ അമ്മ ഹർമീദിൻ്റെ പിതാവായ ഹർഷറിനോട് പറയുകയാണ്, എൻ്റെ മകൾ ഷൊണാലി പറയുന്നത് നിങ്ങളുടെ ഭാര്യ വർക്കിംഗ് പേഴ്സൺ അല്ല എന്നാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന ഹർമീദ് മറുപടിയായി പറയുകയാണ്, ബട്ട് അത് ശരിയാണല്ലോ ആൻറ്റി, എൻ്റെ അമ്മ ഒരു ഹൗസിംഗ് വൈഫാണ്, അതുകൊണ്ട് തന്നെ അമ്മ ജോലിക്ക് പോകുന്നില്ല. ഇത് കേട്ട ഷൊണാലിയുടെ അമ്മ പറയുകയാണ്, പിന്നെ ജസ്പ്രീത് നീ ഒന്ന് വിശ്രമിക്ക്, വീട്ടു ജോലിയൊക്കെ അവർ ചെയ്യട്ടെ. ഇത് കേട്ട ജസ്പ്രീത് മറുപടി പറയുകയാണ്, നല്ല ഐഡിയ, ശരി ഞാൻ നാളെ പണിമുടക്കും. എന്നിട്ട് ജസ്പ്രീത് ഹർമീദിനെ നോക്കി പറയുകയാണ്, എത്ര രസമാണ്, നാളെ നീ പപ്പയോടൊപ്പം എല്ലാം നോക്കിക്കോളൂ. അടുത്ത ദിവസം രാവിലെ 7:30 കാര്യമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ജസ്പ്രീതിനോട് ഭർത്താവ് ചോദിക്കുകയാണ്, ദൈവമേ സമയം നോക്കൂ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? കുട്ടികളെ എന്തുകൊണ്ട് തയ്യാറായില്ല? മറുപടിയായി ജസ്പ്രീതി പറയുകയാണ്, എനിക്കെങ്ങനെ അറിയാം, ഞാൻ സമരത്തിലാണ്, ഓർമ്മയില്ലേ? കൂടാതെ മംഗളയും ഇന്ന് അവധി കൊടുത്തു. മംഗള എന്ന് പറയുന്നത് അവിടെ സർവൻ്റാണ്. പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ സ്കൂൾ ബസ് ഹോണടിക്കുന്നത് കേട്ടു. സ്കൂൾ ബസ്സിൽ കുട്ടികളെ അയക്കുവാൻ കഴിഞ്ഞില്ല, കാരണം കുട്ടികളൊന്നും റെഡി ആയിട്ടില്ല. അങ്ങനെ കുട്ടികളെ ഹർഷരൻ കാറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികളുടെ ലഞ്ച് ബോക്സുകളുടെ കാര്യമോ എന്ന് ജസ്പ്രീത് ചോദിച്ചു. അയ്യോ അത് മറന്നുപോയെന്ന് ഹർഷരൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പണം തരാം, ഇന്ന് നിങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കൂ. അതിന് മറുപടിയായി മക്കൾ പറഞ്ഞു, അമ്മ അതിനുള്ള പണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അടുത്ത വൈകുന്നേരം 6 മണിക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജോലി കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുന്നു. മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. അപ്പോഴും ചായയുമില്ല, കഴിക്കാനുള്ള ആഹാരവുമില്ല. അതുപോലെ വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. അദ്ദേഹം ഭാര്യയോട് ചായ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഭാര്യ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. താൻ സ്വന്തമായി ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭാര്യയോട് പറയുകയാണ്, വീടൊരു കൊടുങ്കാറ്റ് പെട്ടതുപോലെ തോന്നുന്നു, കാരണം ഒരടുക്കും ചിട്ടയില്ലാതെ കിടക്കുകയാണ്. ഹർമീദ് ചായയുടെ അടുക്കളയിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ്, ചായപ്പൊടി എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അടുക്കളയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് വെച്ചിരിക്കുന്നത് പോലും ഹസ്ബൻഡിന് അറിയില്ല, കാരണം വീട്ടിലെ ഡേ ടു ലൈഫ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വൈഫാണ്. കുട്ടികളെ ഒരുക്കുന്നു, സ്കൂളിൽ വിടുന്നു, കുട്ടികൾക്കും ഭർത്താവിനും വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു തുടങ്ങി ജോലികളെല്ലാം ചെയ്യുന്നു. ഒരു ദിവസം സ്ത്രീകൾ ജോലി ചെയ്യാതിരുന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുന്നതും സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യുന്നതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരുടെ ജോലിക്ക് കൂലി ലഭിക്കുന്നു, എന്നാൽ സ്ത്രീകളുടെ ജോലിക്കോ കൂലി നൽകുന്നുണ്ടോ? ഇല്ലല്ലേ. കൂലി നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വാല്യൂയും ലഭിക്കാറില്ല. ഒരു ദിവസം സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, വാല്യൂയിങ് ഹൗസ് വർക്ക്. ഹർമീദിൻ്റെ ഫാമിലിയിൽ ജസ്പ്രീതിന് ഒരു വാല്യൂ കൊടുത്തിരുന്നില്ല. വീട്ടുജോലി ഒരു ജോലിയായി ആരും കണക്കാക്കിയിരുന്നില്ല. അതുപോലെ ഹൗസ് വർക്ക് ആൻഡ് കെയർ ജോലികളൊക്കെ സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും പരിപാലിക്കുന്ന ജോലികൾ സ്ത്രീയുടേതാണ്. ഇത്രയൊക്കെ ജോലികൾ സ്ത്രീകൾ ചെയ്തിട്ടും വീട്ടിനുള്ളിൽ ചെയ്യുന്ന ജോലി ജോലിയായി അംഗീകരിക്കപ്പെടുന്നില്ല. ഇതെല്ലാം സ്ത്രീകളുടെ കടമയാണെന്നാണ് പറയുന്നത്. അതിനാൽ ഈ ജോലികൾക്ക് പണം നൽകേണ്ടതില്ല എന്നാണ് സമൂഹം പറയുന്നത്. നെക്സ്റ്റ്, ലീവ്സ് ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്. ഹർമീദ്
നവനീതിന്റെ അമ്മ ജസ്പ്രീതിയെ കുറിച്ചിട്ടുള്ള കഥയാണ് നേരത്തെ പറഞ്ഞത്. അവരാണ് ആ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ അവർ മാത്രമാണോ ജോലികളൊക്കെ ചെയ്തിരുന്നത്? അല്ലല്ലേ, അവർക്കൊരു വീട്ടുജോലിക്കാരിയുണ്ട്. മംഗള എന്നാണ് അവിടെ പേരെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ആ വീട്ടിലെ മിക്ക ജോലികളും ചെയ്തിരുന്നത് മംഗളയായിരിക്കാം. പല വീടുകളിലും ജോലിക്കാരെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇവ ഒത്തിരി ജോലികൾ ചെയ്യുന്നു. പ്രധാനമായും തൂത്തുവാരൽ, വീട് വൃത്തിയാക്കൽ, വസ്ത്രങ്ങളും പാത്രങ്ങളും കഴുകൽ, പാചകം, കൊച്ചുകുട്ടികളെയോ പ്രായമായവരെയോ പരിപാലിക്കൽ തുടങ്ങിയവയല്ലേ. വീട്ടുജോലിക്ക് സാധാരണയായി പോകുന്നത് സ്ത്രീകൾ തന്നെയാണല്ലേ. ചിലയിടങ്ങളിൽ ചെറിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വീട്ടുജോലിക്ക് നിർത്താറുമുണ്ട്. അതുപോലെ വീട്ടുജോലികൾക്ക് വേതനം വളരെ കുറവാണ്. കാരണം വീട്ടുജോലിക്ക് വലിയൊരു മൂല്യം സമൂഹം നൽകുന്നില്ല. അത് തന്നെയാണ് കാരണവും. ഒരു വീട്ടുജോലിക്കാർ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി 12 മണി വരെയും ഇതേ ജോലി ചെയ്യുന്നവരുണ്ട്. ഇത്രയും വർക്കിംഗ് ഹവേഴ്സ് ആണ് വീട്ടുജോലിക്കുള്ളത്. ഇത്രയും മണിക്കൂർ ജോലി ചെയ്തിട്ടും ഈ ജോലിക്ക് വലിയൊരു റെസ്പെക്ട് സമൂഹം നൽകുന്നില്ല. അതുപോലെ ജോലിക്ക് നിർത്തുന്നവരും അവരോട് റെസ്പെക്ട് കാണിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അനുഭവം മെലാനി എന്ന ഡൊമസ്റ്റിക് വർക്കർ അവിടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. മെലാനി ഡൽഹിയിലാണ് ജോലി ചെയ്തിരുന്നത്. 3 നിലകളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സമ്പന്ന കുടുംബത്തോടൊപ്പമായിരുന്നു മെലാനിയുടെ ആദ്യ ജോലി. മേം സാഹിബ് ജോലി ചെയ്യാനായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു. മെലാനിയുടെ ജോലി അടുക്കളയിലായിരുന്നു. ക്ലീനിങ്ങിന് മറ്റ് 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവരുടെ ജോലി തുടങ്ങുന്നത് രാവിലെ 5 മണിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇവർക്ക് 1 കപ്പ് ചായയും 2 ഉണക്ക റൊട്ടിയും കൊടുക്കുമായിരുന്നു. മൂന്നാമതൊരു റൊട്ടി നൽകിയിരുന്നില്ല. അതുപോലെ വൈകുന്നേരം മെലാനി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ക്ലീനിങ്ങിൽ നിൽക്കുന്ന മറ്റ് 2 പെൺകുട്ടികൾ എന്നോട് ഒരു അധികം റൊട്ടി തരാൻ അപേക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് മെലാനി രഹസ്യമായി അവർക്ക് അത് നൽകിയിരുന്നു. കാരണം ഒത്തിരി പണിയെടുത്ത് ഇവർ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. 2 റൊട്ടി തിന്നാലൊന്നും ഇവിടെ വിശപ്പ് മാറില്ല. അതുകൊണ്ട് മൂന്നാമതായി ഒരു റൊട്ടി കൂടി തരാൻ മെലാനിയോട് അപേക്ഷിക്കുന്നത്. അവർക്ക് മൂന്നാമതൊരു റൊട്ടി കൊടുക്കുന്നത് പോലെ മെലാനിയും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. രാവിലെ 2 റൊട്ടിയും 1 കപ്പ് ചായയും കൊടുത്താണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വിശന്നാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഇവർക്ക് വീട്ടിനകത്ത് ചെരുപ്പുകൾ ഇടാൻ അനുവദിച്ചിരുന്നില്ല. ശൈത്യകാലത്തെ തണുപ്പിൽ ഇവരുടെ കാലുകൾ വീർക്കുമായിരുന്നു. ഇവർക്ക് മേം സാബിനെ പേടിയായിരുന്നു. അതുപോലെ വളരെ ദേഷ്യം തോന്നുമായിരുന്നു. കാരണം ഇവരെ ഒട്ടും റെസ്പെക്ട് ചെയ്യാതെ എപ്പോഴും ഷൗട്ട് ചെയ്യുക മാത്രമല്ല ഫുഡ് കൊടുക്കാതെ പണിയെടുപ്പിക്കുക തുടങ്ങിയ കാരണത്താൽ. വാസ്തവത്തിൽ നമ്മൾ വീട്ടുജോലി എന്ന് സാധാരണയായി വിളിക്കുന്ന ജോലി ഒരു പർട്ടിക്കുലർ ജോലി മാത്രമല്ല. അതിൽ ഒരുപാട് ടാസ്ക് അതിനകത്ത് വരുന്നുണ്ട്. ഇവയിൽ പല ജോലികൾക്കും കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമാണ്. നഗരപ്രദേശങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും സ്ത്രീകളും പെൺകുട്ടികളും വെള്ളമില്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ പോയി വെള്ളം ചുമന്നുകൊണ്ട് വരണമായിരുന്നു. അതുപോലെ വില്ലേജ് ഏരിയകളിൽ സ്ത്രീകളും പെൺകുട്ടികളും വിറക് പറക്കുന്നതിനായി പോകാറുണ്ട്. വലിയ ഭാരമുള്ള വിറകിന്റെ കെട്ട് തലയിൽ ചുമന്നുകൊണ്ടാണ് അവർ നടന്നു വരുന്നത്. ഇതും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജോലിയാണ്. വസ്ത്രം കഴുകുക, വൃത്തിയാക്കുക, തൂത്തുവാരൽ, ഭാരമെടുക്കൽ തുടങ്ങിയ ജോലികൾക്കൊക്കെ കുനിയുകയും നിവരുകയും വേണം. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫേർട്ടുകൾ ഈ ജോലികൾക്കൊക്കെ ആവശ്യവുമുണ്ട്. അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള സ്റ്റൗവിന്റെ മുമ്പിൽ മണിക്കൂറോളം നിന്ന് വേണം ജോലി ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ടാസ്ക് അല്ല, ഒരുപാട് ടാസ്കുകൾ കൂടി ചേർന്നതിനെയാണ് വീട്ടുജോലി എന്ന് പറയുന്നത്. ഇതിന് ഒത്തിരി ഫിസിക്കൽ എഫേർട്ടും ആവശ്യവുമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് സ്ത്രീകളും പെൺകുട്ടികളും ചെയ്യുന്ന ഈ ജോലിയെയാണ് പുരുഷന്മാർ ചെയ്യുന്ന ജോലികളെക്കാളും വാല്യൂ കുറഞ്ഞ ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടുജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒന്നല്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെ ഒരു ഫ്രീ ടൈമൊന്നും വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടാറില്ല. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രമാണ്. നെക്സ്റ്റ്, വുമൻസ് വർക്ക് ആൻഡ് ഇക്വാലിറ്റി. സ്ത്രീകൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ജോലികളും കെയർ നൽകേണ്ട ജോലികളും വളരെ ലോ വാല്യൂവിലാണ് കാണുന്നതെന്ന് പഠിച്ചുവല്ലേ. ഇതൊരു ഫാമിലിയിൽ നടക്കുന്നതായ കാര്യമല്ല. ഇത് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുള്ള ഇനിക്വാലിറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു ഫാമിലി മാത്രം വിചാരിച്ചാൽ മാറില്ല. ഇതിനു വേണ്ട നടപടികൾ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സമത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ ഉള്ള ഡിസ്ക്രിമിനേഷൻ ഒരു കാരണമായി മാറരുതെന്ന് ഭരണഘടന പറയുന്നു. വാസ്തവത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഇതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാനും സാഹചര്യം പരിഹരിക്കുന്നതിനുമുള്ള ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാനുമുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. ഇവർക്കിടയിൽ ഇനിക്വാലിറ്റി വരാനുള്ള കാരണം എന്തൊക്കെയെന്ന് നോക്കി മാറ്റാനുള്ളത് ഗവൺമെന്റാണ്.
ഇതിനൊരു ഉദാഹരണമാണ് വീട്ടുജോലി ചെയ്യുന്നത് സ്ത്രീകളും പെൺകുട്ടികളും മാത്രമായിരിക്കണമെന്ന ചിന്താഗതി. സ്ത്രീകൾ എന്നും വീട്ടുജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. കാരണം എത്ര വിദ്യാഭ്യാസം നേടിയാലും അവർക്ക് വീട്ടുജോലിയിൽ നിന്നൊരു മോചനമില്ല. നമ്മുടെ രാജ്യത്തെ നിരവധി ഗ്രാമങ്ങളിൽ ഗവൺമെന്റ് അംഗനവാടികളും ചൈൽഡ് കെയർ സെന്ററുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിലൊക്കെ 30-ൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യാനായി ഉണ്ടായിരിക്കണമെന്ന് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈൽഡ് കെയർ സെന്റർ തുടങ്ങുന്നതിലൂടെ നിരവധി സ്ത്രീകളെ വീടിന് പുറത്ത് ജോലി ചെയ്യാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല, പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരവും ഇത് നൽകുന്നു. ഗവൺമെന്റാണ് ഈ ഡിസ്ക്രിമിനേഷൻ മാറ്റാനുള്ള ആദ്യ സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ചാപ്റ്ററിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.